കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പീഡനം എന്ന വാക്ക് തന്നെ പറയാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ വിഷയമില്ലെങ്കിൽ എന്നോടല്ല ധരിപ്പിക്കേണ്ടത്, ഇത് ഓഡിയൻസിനോട്. കാരണം ജോലി മാറ്റിയിട്ടില്ല, ക്ലിയർ ചെയ്തിട്ടില്ല, പത്രമാധ്യമങ്ങളിൽ വന്നിട്ടില്ലായിരിക്കും, പക്ഷെ അവർ വീഡിയോ ഇറക്കി. ഇപ്പൊ കൂടി വന്ന് 2 മാസം കഴിഞ്ഞാലും പലപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് കാശ് കിട്ടാറില്ല. ആത്മ ഇടപെടേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. കാരണം ഇന്ന് പ്രൊഡ്യൂസർമാരുടെ അവസ്ഥ വളരെ മോശമാണ്. സീരിയൽ ഇൻഡസ്ട്രി, സിനിമ ഇൻഡസ്ട്രിയെ പോലെ തന്നെ വളരെ മോശം അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയാണ് ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിനിമ നല്ല നല്ല വേഷങ്ങൾ തന്നെ തേടി വരുന്നുണ്ട്. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജോലി എന്ന് പറയുന്നത് താങ്ക്ലെസ് ജോബാണ്. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും ശരി. ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. നമ്മൾ പല കഥാപാത്രങ്ങളും അഭിനയിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ തോന്നാറുണ്ട്, നമ്മൾ കാണുമ്പോൾ തോന്നാറുണ്ട്, ഇതെങ്ങനെയാണ് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഫേസ്ബുക്കിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു വ്യക്തിയായിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നു അത്. അദ്ദേഹം ജീവിച്ച കുറേ കഥാപാത്രത്തിലൂടെയാണ് നമ്മളെ ഞെട്ടിപ്പിക്കാൻ പോകുന്നത്. പ്രൊഡ്യൂസറാണ്, ഉഗ്രൻ ആക്ടറാണ് നമ്മോടൊപ്പം ഉള്ളത്. ദിനേശ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഞാൻ ആ പറഞ്ഞ നീണ്ട ഒരു മാസം ഫേസ്ബുക്കിൽ, അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ല, റിവീൽ ചെയ്യുന്നതിനേക്കാളും ചേട്ടൻ പറയുന്നതായിരിക്കും നല്ലത്. അത് വളരെ സന്തോഷം നൽകിയ ഒരു മുഹൂർത്തം തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പാണ് എന്നെ ഒരു ഷൂട്ടിന് വിളിച്ചത്. എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാരണ ഒരു കഥാപാത്രം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ഇത് സാധാരണ കഥാപാത്രമല്ല, സാധാരണ ഫിലിമല്ല, ഇത് ഒരാളുടെ ബയോപിക്കാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ 2 കാരണം കൊണ്ടാണ് എന്നെ വിളിച്ചത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരഘടനയും ഫേസ് വൈസ് ലുക്കും എല്ലാം മാച്ചായിട്ട് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവരൊക്കെ എങ്ങനെയൊക്കെയോ തപ്പി എന്നെ കണ്ടപ്പോഴൊക്കെ അവർക്ക് തോന്നിക്കാണണം. അപ്പം അങ്ങനെ ഒരു വേഷം എന്നെ തേടി വന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ആ കഥാപാത്രം സംസാരിക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷ് ലാംഗ്വേജും കൂടാതെ ഹിന്ദിയാണ്. എനിക്ക് ഈ രണ്ട് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആണ്. അപ്പം അത് രണ്ടും കൂടെ മനസ്സിലാക്കിയപ്പോൾ അവർ ഉറപ്പിച്ചു. അത് ദിനേശ് ചേട്ടൻ തന്നെ ചെയ്തു. വോയിസും കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ടായിട്ട് പിന്നെ പക്കയുണ്ട്. ആ വോയിസ്, അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ കേട്ടിട്ടില്ല. ഏതായാലും എല്ലാരും കേൾക്കാൻ വഴിയില്ലായിരിക്കാം, മേ ബി. ഏതായാലും ദൈവം സഹായിച്ച് അത് ഫുൾ ഡബിങ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കാരണം എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ ഒരു ഭാഗ്യം കൂടി എൻ്റെ കൂട്ടത്തിൽ കിട്ടി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ പാലക്കാട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത് കണ്ണൂരാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ പോർഷൻസ് എടുക്കാൻ പോകുന്നത്, ആ ഹിന്ദി കറക്റ്റ് ടച്ച് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ലക്നൌവിലാണ് അതിന്റെ ബാക്കി ഷൂട്ട് വെച്ചിരിക്കുന്നത്. അതിനകത്ത് കൂടെ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയാണ്? ഇതിനകത്ത് കുറേ പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് ആർട്ടിസ്റ്റ് എന്ന് എടുത്തു പറയാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് നിയ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റുണ്ട്. മലയാളം സിനിമകളിലൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. നിയ അതിനകത്ത് ഒരു നല്ല മെയിൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയപ്പെടുന്ന കുറേ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു പാൻ ഇന്ത്യ സിനിമ ആയതുകൊണ്ട് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കേരളം വിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അത് മാത്രമല്ല, അത് ഫേസ് കട്ട് കാണുമ്പോൾ തന്നെ ഒരു നോർത്തിന്റെ ലുക്കും ഈ പറഞ്ഞാലുണ്ട്. അല്ല, എനിക്ക് അതിനകത്ത് എൻ്റെ ലുക്ക് മാത്രമല്ല നോക്കേണ്ടത്. കാരണം വെച്ചാൽ എൻ്റെ കൂടെ അഭിനയിക്കേണ്ടത് ഗാന്ധിജിയുടെ ഒരു കഥാപാത്രം. അപ്പം ഗാന്ധിജിയുടെ ഒരു നല്ല സീൻ ഉണ്ടായിരുന്നു. ആ ഗാന്ധിജിയുടെ അതേ ലുക്കുള്ള ഒരു വ്യക്തിയെ അവർ തപ്പിപ്പിടിക്കുകയും, നോർത്ത് ഇന്ത്യൻ തന്നെയാണ് തോന്നുന്നു, അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം അഭിനയിച്ചിട്ട് പോയി. വളരെ രസകരമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ കുറേ സിറ്റുവേഷൻസ് എനിക്ക് കണ്ടപ്പോൾ, പിന്നെ ഞാൻ അതിനകത്ത് ജയിലിൽ കിടക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷനിലൊക്കെ ഞാൻ താടി വളർത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ താടി വളർത്തിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. ജയിലിൽ നാച്ചുറൽ ഷേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ അദ്ദേഹം താടി വളർത്തിയ കുറെ സീക്വൻസും അദ്ദേഹം അവിടെ അനുഭവിച്ച കുറെ പീഡനങ്ങളും ഇതൊക്കെയാണ് ഇതുവരെ ഷൂട്ടിംഗ് കഴിഞ്ഞ നാച്ചുറൽ കണക്ട് ചെയ്ത് വരുന്ന കുറെ നല്ല കാര്യങ്ങളാണ്. ഇതിനെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ കിട്ടുന്നതിന് മുമ്പ് എനിക്ക് അതിനെക്കാട്ടിലും ശ്രദ്ധേയമായ ഒരു വേഷം ഇങ്ങോട്ട് വരികയും ഞാൻ അഭിനയിക്കുകയും ചെയ്തത് ശ്രീനാരായണ ഗുരുവിന്റെ വേഷം ചെയ്തു. അതൊരു 6 മാസം മുമ്പായിരുന്നു. ഇതേപോലെ തന്നെ അവരുടെ മഠം അവരെല്ലാം കൂടെ നോക്കി പല വ്യക്തികളുടെയും ഫോട്ടോസ് അവർ പരിഗണനയിൽ എടുത്തു കാണും. അതിൽ എൻ്റെത് യോജിച്ചൊരു വ്യക്തിയാണ് തോന്നിയതുകൊണ്ടാകാം നാരായണ ഗുരുവിൻ്റെ ഗുരുദേവന്റെ ആ ഒരു വേഷം ചെയ്യാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിൻ്റെ 33ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം സമാധി അടഞ്ഞത് 73ാമത്തെ വയസ്സിലാണ്. അതുവരെയുള്ള ആ ഒരു കഥാപാത്രം ജീവചരിത്രം അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. അത് ഇതുവരെ തന്നെ ആദ്യം തുടക്കത്തിൽ വെളുത്ത താടിയാണ്. ആ സമയത്ത് ധരിക്കുന്ന വേഷം എന്ന് പറയുന്നത് വെളുത്ത വസ്ത്രമാണ്. പിന്നീട് അത് കഴിയുമ്പോൾ അദ്ദേഹം കാഷായ വസ്ത്രത്തിലേക്ക് മാറുന്നു.
അദ്ദേഹം സമാധിയാവുന്നു. ആ സമയത്തൊക്കെ കംപ്ലീറ്റ് നരച്ച താടിയും നിറച്ചതാടി. ഒരു കുറച്ച് പ്രായമായ ലുക്കും ഒക്കെ വന്ന് ഞാൻ അങ്ങനെ കുറെ വെറൈറ്റി ലുക്ക് അത് ഒറിജിനൽ താടി തന്നെ വെച്ചു, നരച്ച താടി ഒറിജിനൽ എൻ്റെ ഒറിജിനൽ താടിയായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് സീരിയൽ ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ സീരിയൽ അഭിനയം തൽക്കാലം ഒന്ന് സ്ലോ ആയിട്ട് അതിലേക്ക് നിൽക്കുകയാണ്. വരാൻ വേണ്ടി ഇരുന്നേ ഈ ഞാൻ. സിനിമകൾ കുറെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല കഥാപാത്രങ്ങൾ തേടി വന്നപ്പോൾ കുറച്ച് നമ്മൾ റിസ്ക് എടുത്തേ പറ്റൂ. അതെ അപ്പൊ അതെ ഞാൻ നോക്കിയപ്പോൾ സിനിമ ഇങ്ങനത്തെ വേഷങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും 30 ദിവസം 50 ദിവസമൊക്കെ കൊടുക്കേണ്ടി വരും. സീരിയൽ അഭിനയിക്കുകയാണെങ്കിൽ നമുക്കൊരു സർക്കാർ ശമ്പളം പോലെ എല്ലാ മാസം 10-15 ദിവസം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പൊ അതിൽ നിന്നൊരു ബ്രേക്ക് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട്, ഒരു വർഷമായിട്ട് സീരിയൽ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് താടി വളർത്താൻ സാധിച്ചു. ഒരു മാസത്തോളം ഞാൻ വേറെ വർക്ക് എടുക്കാൻ പറ്റിയില്ല. ക്യാരക്ടേഴ്സ് ആ ക്യാരക്ടറിന് ആ ഒരു സിൻസിയറിറ്റി നമ്മൾ കാണിക്കണമല്ലോ. അപ്പോൾ ഒറിജിനലായിട്ട് താടി വളർത്തിയിട്ടാണ് ഞാൻ ആ കഥാപാത്രം ചെയ്തത് തന്നെ. ഒറിജിനൽ താടിക്കും നമ്മൾ വെക്കുന്ന താടിക്കും നമ്മൾ ഒരു വ്യത്യാസമുണ്ട്. വളരെ വ്യക്തമായിട്ട് അറിയും. കോൺഫിഡന്റും ഇല്ലായ്മ വരും. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഒരു ഈ പറഞ്ഞ പോലെ സുന്ദരനായ അച്ഛൻ കഥാപാത്രങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് സീരിയലിൽ. ഉണ്ട്. അപ്പം ഈ സുന്ദരനായ അച്ഛനെ കാണുന്നില്ല എന്നുള്ള പരാതികൾ കുറെ. ഞാൻ 2-3 ഇന്റർവ്യൂ എടുത്തപ്പോഴും, മെയിൽ ഇന്റർവ്യൂ എടുത്തപ്പോഴും അത് ദിനേശ് ചേട്ടൻ്റെ ഇന്റർവ്യൂ വേണം, കൊണ്ടുവരണം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അന്ന് ആത്മയിൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ സീരിയൽ ലൊക്കേഷനിൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ആത്മയെന്ന് പറഞ്ഞു എന്ന് ചില ആർട്ടിസ്റ്റുകൾ പറഞ്ഞു. അതിന്റെ മെയിൻ ആളാണ് ചേട്ടൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചായിരുന്നു? ഇല്ല, അങ്ങനെയല്ല നമ്മൾ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടത്തിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഇന്ന് പട്ടം എന്നൊരു സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷന് വേണ്ടി ഞാൻ വന്നതാണെന്ന്. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, അത് നമുക്ക് കൊടുക്കാം. അതല്ലാതെ ഞങ്ങൾ റെസ്ട്രിക്ഷൻ മെയിനായിട്ടും വെച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഈ ഇന്റർവ്യൂയുടെ കാര്യത്തിലല്ല. നമ്മൾ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പീഡനം എന്ന് വാക്ക് തന്നെ പറയാം. കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പീഡനം എന്ന് വാക്ക് തന്നെ പറയാം. പല ഒരു ബൈറ്റ് ചോദിക്കാൻ വിളിക്കും. അതങ്ങനെ വരുമ്പോഴേക്കും അവർ ചോദിക്കുന്നത് ഒരു വിഷ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് തരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളൊരു ഫംഗ്ഷന് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു എമൗണ്ട് നമുക്ക് തരാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗമായിരുന്നു ഈ വിഷ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കേ ഉണ്ടല്ലോ ആൾക്കാരെ മുതലെടുക്കാൻ തുടങ്ങി. അവരെന്ത് ചെയ്യും, ഒരു 10 ആർട്ടിസ്റ്റുകളുടെ വിഷ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ ആർട്ടിസ്റ്റിനെ വിളിക്കേണ്ട, ആ ഒരു വിഷു വന്നാൽ മതി സ്ക്രീനിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് 5 പൈസ കിട്ടുന്നതുമില്ല. അതേസമയം നമ്മളത് പല രീതിയിലും സാമ്പത്തികമായിട്ട് ബാധിച്ചു തുടങ്ങി. അപ്പോഴാണ് ഒരു തീരുമാനം എടുത്തത്, അതായത് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിഷു കൊടുക്കുന്ന പരിപാടി ആശംസ വീഡിയോ പാടില്ല. ഇത് എന്നോട് 2-3 താരങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ആശംസ വീഡിയോ പാടില്ല എന്ന് പറയുന്നെങ്കിലും നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കാൻ നമ്മൾ പറയുന്നത്. കാരണം ഒരു വരുമാന മാർഗമാണ്, അത് കളയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടൊരു ഗുണമുണ്ട്. ഇപ്പൊ ഞങ്ങളെ പല എസ്പെഷ്യലി എബ്രോഡിൽ നിന്ന് പല അസോസിയേഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് പലരും എന്നെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ ഒരു 10 ആർട്ടിസ്റ്റുകളുടെ വിഷു വേണം. അപ്പൊ നോക്കുമ്പോഴേക്കും അത് 10 ആർട്ടിസ്റ്റുകൾക്ക് സാമ്പത്തിക ഗുണം കിട്ടുന്ന ഒരു കേസാണ്. അത് നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തത്. അല്ലാതെ ഇന്റർവ്യൂസിൽ നമ്മളൊരു റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഞാൻ പെട്ട് വിഷു വാങ്ങിക്കാൻ വേണ്ടി ചേട്ടൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ലല്ലോ. ഒരു ബർത്ത്ഡേ വിഷയം ഞാൻ അതുകൊണ്ട് പലപ്പോഴും എന്റെ ബന്ധുക്കളെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. കാരണം എന്നറിയാമോ, ഈ ബന്ധുക്കൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ സ്ക്രീനിൽ വരുമ്പോഴേക്കും പലരും പറയും ഇത് ഒരാളുടെ വിഷയം നിങ്ങൾ കണ്ടല്ലോ, അറിയത്തില്ലല്ലോ, അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് പലയിടത്തും. തീർച്ചയായിട്ടും അതൊക്കെ നല്ല തീരുമാനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന പ്രോജക്റ്റുകളൊക്കെ നന്നാവട്ടെ. അത് മാത്രമല്ല ചേട്ടൻ ഇനിയും കുറെ കാര്യങ്ങൾ സീരിയലിൽ ചെയ്യാനുണ്ട്. ഈ സീരിയലിലൊക്കെ കുറെ പ്രശ്നങ്ങൾ ഇപ്പം ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു സീരിയൽ ലൊക്കേഷൻ അടി നടന്നു, 2 ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ തമ്മിൽ അടി നടന്നു. ആ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. ആ സമയത്തല്ല, അതിന് മുന്നെയാണ് പോയത്. അപ്പൊ പേരിനെ അടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, അത് കണ്ടതാണ്. അത് നമ്മുടെ ഈ ആത്മയിലേക്ക് ആത്മയിൽ വന്നു. അതിലൊരു പരാതിയായിട്ട് തന്നെ ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു ഡ്യൂട്ടി ആണെങ്കിൽ സംഭവം നടന്നോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഈ കൺസേൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ വളരെ സൗമ്യമായിട്ട് തന്ന മറുപടി, ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ച് സംസാരിച്ചു, തന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഒരു തർക്കം എന്ന് പറയാൻ പറ്റില്ല, തർക്കം പോലും വന്നിട്ടില്ല. അങ്ങനെയാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് വലിയൊരു വിഷയമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ വിഷയമില്ലെങ്കിൽ എന്നോടല്ല ധരിപ്പിക്കേണ്ടത്, ഇത് ഓഡിയൻസിനോട്. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു, നിങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് വരെ എല്ലാവരും ധരിച്ചിരിക്കുകയാണ്. അപ്പൊ അത് ക്ലിയർ ചെയ്യേണ്ട ജോലി മാറ്റിയിട്ടില്ല, ക്ലിയർ ചെയ്തിട്ടില്ല. അവർ ചെയ്തു. എനിക്ക് തോന്നുന്നു വേറെ പത്രമാധ്യമങ്ങളിലൊന്നും അധികം പത്രമാധ്യമങ്ങളിൽ വന്നിട്ടില്ലായിരിക്കും. പക്ഷെ അവർ വീഡിയോ ഇറക്കി
രണ്ടുപേരും ഈ പറയുന്ന രണ്ട് ആർട്ടിസ്റ്റുകൾ കെട്ടിപ്പിടിച്ച് വളരെ സൗമ്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ചേട്ടൻ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുള്ളത് അങ്ങനെ പറയാനുള്ളത്. നമുക്കറിയാവുന്ന ഞാനിപ്പോൾ 15 വർഷത്തോളമായി ഇതിന്റെ ആത്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു പദവിയിലിരിക്കുന്നു. ഞാൻ ഇപ്പോഴേ ഗണേഷ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിനോട്, ഞങ്ങളുടെ പ്രസിഡന്റാണ് അദ്ദേഹത്തിനോട് പറഞ്ഞ അടുത്ത വർഷം പോലെ ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, ഇത്രയും ഈ നെഗറ്റിവിറ്റി മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജോലി എന്ന് പറയുന്നത് താങ്ക്ലെസ് ജോബാണ്. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും ശരി, അവസാനം വരുമ്പോൾ നമുക്ക് തിരിച്ചടി വരുന്നത് മോശമായിട്ട്. പക്ഷെ എനിക്ക് ഒരു സന്തോഷമുണ്ട്, ഈ സീരിയലാണ് എന്നെ വളർത്തി ഈ ഒരു ലെവലിൽ തിരിച്ചെത്തിച്ചത്. കാരണം എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം പലർക്കും അറിയാം. കാരണം സിനിമയിൽ നല്ല പ്രൊഡ്യൂസറായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ ഒരു പുഷ്കര കാലത്ത് നിന്ന് ഒരു താഴ്ച വന്ന് അതിനുശേഷം അതിൽ നിന്ന് കയറാനായിട്ട് ചവിട്ടുപടിയായിട്ട് എന്നെ സഹായിച്ചത് ഒരു സീരിയലാണ്. അപ്പം ഞാൻ സീരിയൽ കൊണ്ട് തിരിച്ചെന്ത് കൊടുത്തു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ 3 സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തു, അത് 3 സക്സസ് ആയിരുന്നു എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ കാര്യം, 15 വർഷം ഞാൻ ഈ സീരിയലിലെ നടന്മാർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിന്റെ എത്രയോ മണിക്കൂറുകൾ, എത്രയോ ദിവസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ല, അതങ്ങനെ തന്നെ വേണം ചേട്ടാ. ഒരു പദവിയിലിരിക്കും. ഇപ്പം നമ്മുടെ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ അല്ലെങ്കിൽ അവിടുത്തെ പദവി നമ്മുടെ ഇടവേള ബാബുച്ചേട്ട മാറാൻ പോയപ്പോൾ എല്ലാവരും തടഞ്ഞു. കാര്യം അദ്ദേഹം എത്രയോ വർഷമായിട്ട് ആ ഒരു പദവിയിലിരിക്കുന്ന ഒരാളാണ്. ജനറൽ സെക്രട്ടറി തന്നെയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പം അത് മാറുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ചേട്ടനെ നമ്മുടെ ആത്മയിലും കാണുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ശേഷം പ്രളയം എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. ഞാൻ എന്റെ ഡ്യൂട്ടി നന്നായി ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ചെയ്യുന്നോണ്ടാണ് അവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇനി അടുത്ത വർഷം മാറണമെന്ന് ഞാൻ പറയുന്നു. ഇനി ഈ പറഞ്ഞ ഗണേഷ് കുമാർ സമ്മതിക്കണം, അദ്ദേഹമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അദ്ദേഹത്തിനെ പിണക്കിക്കൊണ്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അത്ര ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി കൂടെ നിന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും കൂടെ നിൽക്കുന്നത്. പലർക്കും വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും. പിന്നെ ഓഫ്കോഴ്സ് ഇപ്പോ പ്രശ്നങ്ങൾ കൂടി വരുന്ന ഒരു സമയമാണ്. കാരണം നമ്പർ ഓഫ് സീരിയൽസ് കൂടി, പിന്നെ നമ്പർ ഓഫ് ടെലികാസ്റ്റ് കൂടി നിൽക്കുന്നു, ആർട്ടിസ്റ്റുകളുടെ എണ്ണം കൂടുന്നു. അങ്ങനെ വരുമ്പോഴേക്ക് ടോട്ടലി അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ സീരിയലില് ലൊക്കേഷനിൽ സംഭവിച്ചതുപോലെ പല ലൊക്കേഷനിലും സംഭവിക്കാറുണ്ട്. സാമ്പത്തികത്തിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ മാനസിക പ്രശ്നങ്ങൾ ഞാൻ ഇടപെടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പ്രശ്നങ്ങളുടെ എണ്ണം കൂടി വരുമ്പോൾ അത് എന്നെയും കൂടെ ബാധിക്കുന്ന ലെവലിൽ എത്തിയിരിക്കും. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ബ്രേക്ക് എന്നൊരു സാധനം അത്യാവശ്യമാണ്. മാത്രമല്ല, സന്തോഷത്തോട് പറഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് സീരിയൽ ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞല്ലോ. ഞാൻ സിനിമയാണ് ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിനിമ നല്ല വേഷങ്ങൾ എന്നെ തേടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് സീരിയലിൽ അത്രയും ഒരു ഡെഡിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതിലേക്ക് വരാനായിട്ട് കാരണം വെച്ചാൽ നമ്മൾ സിനിമ ലൊക്കേഷനിൽ ചിലപ്പോൾ സിനിമ ട്രിവാൻഡ്രത്തല്ലല്ലോ, സിനിമ മിക്കവാറും പുറത്തായിരിക്കും. പല ലൊക്കേഷനിൽ പുറത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ഇതിന്റെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കാനും ആൾക്കാരെ വിളിക്കാനും ഫോളോ അപ്പ് ചെയ്യാനും ചിലപ്പോൾ എനിക്ക് സാധിച്ചില്ലെന്ന് വരാം. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ആ ഒരു വലിയ കുഴപ്പമില്ലാത്ത പേര്, നല്ല പേര് ഞാൻ പറയില്ല, അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിച്ചില്ലെങ്കിൽ ആ പണിയിൽ നിന്ന് തൽക്കാലം രാജിവെക്കുന്നതാണ് നല്ലത്. അയ്യോ, അങ്ങനല്ല ചേട്ടാ പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞു, ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാതെ അതിനൊക്കെ ഇടപെട്ടിട്ടുണ്ടോ? ഈ ഇടയ്ക്ക് 1 വർഷത്തിനിടയ്ക്ക് വെച്ചിട്ട് 2 സീരിയലിന് പ്രൊഡ്യൂസേഴ്സ് പൈസ കൊടുക്കാതൊക്കെ നിർത്തിവെക്കുന്ന, താരങ്ങൾക്ക് പൈസ കൊടുക്കാതെ ഒന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ തന്നെ അവസാനമായിട്ട് അഭിനയിച്ച ഒരു സീരിയലിൽ ആ പ്രൊഡ്യൂസറിന് അവസാനം എനിക്ക് പൈസ തരാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് കിട്ടിയ കാശും അദ്ദേഹം കൊടുക്കാനുള്ള കാശും വെച്ച് കണക്കൂട്ടി നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ഒരിടത്തും എത്തില്ല. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും കാശ് ഞങ്ങൾക്കെല്ലാം കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ ഇടപെട്ടിരുന്നു, ചാനലുമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ കഷ്ടകാലന്നേ പറയണ്ടു. കാരണം ആ പ്രൊഡ്യൂസറിന്റെ അവസ്ഥ ദയനീയമായിരുന്നു. അയാള് അവസാനം ഇവിടുന്ന് സ്ഥലം വിട്ടുപോയി. അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല, ദുബായിലാണെന്നൊക്കെ പറയുന്നു. എന്ന് പറയുമ്പോൾ ഞാൻ പ്രൊഡ്യൂസറെ കൂടെ അതിനകത്ത് കണക്കിലെടുക്കുകയാണ്. കാരണം ഇന്ന് പ്രൊഡ്യൂസർമാരുടെ അവസ്ഥ വളരെ മോശമാണ്. സീരിയൽ പണ്ട് ഒരിക്കൽ നമ്മളെല്ലാവരും പറയുമായിരുന്നു ദിവസവും കാശ് കിട്ടും ആർട്ടിസ്റ്റിന്. അത്രയും വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു. പക്ഷെ അത് കാലക്രമേണ എന്ത് പറ്റി, ഈ ദിവസം എന്നുള്ളത് 15 ദിവസമായി മാറി 35 ദിവസം, 45 ദിവസം. ഇപ്പൊ കൂടി വന്ന് 2 മാസം കഴിഞ്ഞാലും പലപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് കാശ് കിട്ടാറില്ല. ആത്മ ഇടപെടേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്, പലപ്പോഴും നോട്ടീസ് അയക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതിന് മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് സീരിയലിന്റെ കോസ്റ്റ് കൂടി, ആർട്ടിസ്റ്റുകളുടെ ശമ്പളം കൂടി, അത് തന്നെ സീരിയൽ ഉണ്ടാക്കുന്നതിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ കോസ്റ്റ് കൂടി, ബാറ്റ കൂടി, ഫുഡിൻ്റെ കോസ്റ്റ് കൂടി. ഇതെല്ലാം വരുമ്പോഴേക്കും പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശ് വളരെ കുറഞ്ഞു വരുന്നു.
ചാനലിൽ നിന്ന് കിട്ടുന്ന കാശ് കുറഞ്ഞു പറഞ്ഞു ഇത് തമ്മിൽ ഒരു മാച്ചായി വരുന്നില്ല. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സീരിയൽ ഇൻഡസ്ട്രി സിനിമ ഇൻഡസ്ട്രിയെ പോലെ തന്നെ വളരെ മോശം അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ, അതിനൊക്കെ ഒരു മാറ്റം വരട്ടെ അല്ല, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനായിട്ടും ഫ്രട്ടേണിറ്റി ആയിട്ടും ഒക്കെ ഒരു ജോയിന്റ് മീറ്റിംഗ് വെച്ചിരുന്നു. കാരണം ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ എല്ലാവരുടെയും കാര്യം ബുദ്ധിമുട്ടാണ്. അതെ, കാരണം പ്രൊഡ്യൂസർ നന്നായാൽ മാത്രമേ ആർട്ടിസ്റ്റുകൾ നന്നാവുള്ളൂ. അതെ, എന്നാലും ആർട്ടിസ്റ്റിനെ ഒരു രൂപ കൂട്ടി ചോദിച്ചാൽ തരാൻ സാധിക്കും. അതെ. അപ്പൊ പ്രൊഡ്യൂസർ ഇപ്പോൾ കുറച്ച് ഷേക്കി ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്, Stable പലരും ആയിട്ടില്ല. നഷ്ടത്തിലാണ്. അതെ, അതെ, അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് പൈസ കൊടുക്കുന്നില്ല, മുങ്ങി പോകേണ്ട അവസ്ഥ വരുന്നു. അപ്പൊ അത് വരാതിരിക്കണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ. തീർച്ചയായിട്ടും അതൊക്കെ വരാതിരിക്കട്ടെ, ഇനിയൊക്കെ അതൊക്കെ മാറ്റങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും സീരിയലാണ് എൻ്റെ ഡെയിലി ബ്രെഡ് ആൻഡ് ബട്ടറായിട്ട് ഞാൻ കുറേ വർഷം കണ്ടുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ സിനിമയിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചുകൊണ്ട് സീരിയലിനെ മറന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്നെ കുറച്ച് നാളത്തേക്ക് നിങ്ങൾ മിസ് ചെയ്യുമായിരിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഞാൻ തിരിച്ച് വീണ്ടും സീരിയലിൽ വരും. അതുവരെ സീരിയൽ ആൾക്കാരോട് എന്നെ നന്ദി അറിയിക്കുന്നു. കാരണം നിങ്ങളാണ് എന്നെ വളർത്തി ഇന്ന് ഈ ലെവലിൽ എത്തിച്ചത്. ഇനി സിനിമയിൽ കൂടി എന്നെ ഒരു കൈപിടിച്ച് താങ്ങി ഒരു നല്ല അവസ്ഥയിൽ എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സീരിയൽ എന്നും ആ ഒരു മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ എന്നും പ്രിയങ്കര സിനിമയെക്കാട്ടിലും കൂടുതൽ സീരിയൽ തന്നെയാണ്. നിങ്ങളോടൊക്കെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. തീർച്ചയായിട്ടും താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ കുറെ സിനിമകൾ ഇറങ്ങുന്നു, അത് വിജയിക്കണം എന്നുള്ളതാണ്. അതിലുപരി എനിക്കൊരു ആഗ്രഹമുണ്ട്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് സാറിന്റെ അദ്ദേഹത്തിന്റെ അനുസ്മരിപ്പിക്കുന്ന ബയോപിക് വരുന്നതിനകത്ത് ഒരു ദേശീയ അവാർഡ് താങ്കൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് ഉള്ളിൽ നിന്ന് പറയുകയാണ്, അത്ര എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ട് പറയുകയാണ്. ബാക്കിയുള്ള സിനിമകൾ വിജയിക്കട്ടെ. എല്ലാവിധ ഭാഗങ്ങളും തരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.